അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുരനുഗ്രഹേണ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ള ഒരു ഭാവം വരുന്നുള്ളൂ. നമുക്ക് ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം സമ്പന്നമാക്കി തീർക്കുന്നത് ഗുരുരനുഗ്രഹേണ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ കടാക്ഷം, നോട്ടം മാത്രം മതി എന്നും പറയുന്നുണ്ട്. ഗുരു കടാക്ഷം എന്ന് പറഞ്ഞതും ഇത് തന്നെയാണ്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ് മീരാബായി തമ്പുരാട്ടി. ഇത് വേദാന്ത സ്വാമിയുടെ മാത്രം ഒരു വിശേഷണമായിട്ടുള്ള വാക്കാണ്. മീരയെ, ബാക്കിയെല്ലാം മീരാബായി മീരാബായി എന്നാണ് പറയുന്നത്. ഗുരുനാഥൻ മാത്രമാണ് തമ്പുരാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ കൃഷ്ണനാമത്തിൽ, ഏത് നാമമാണത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം? മേരേ തോ ഗിരിധർ ഗോപാൽ ദൂസരോ ന കോയി. എനിക്ക് ഈ നാമമല്ലാണ്ട് വേറൊരു നാമത്തിലേക്ക് ഒരിക്കലും ഒരു അഭിരുചി, താല്പര്യം ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? പയോജി മേനെ രാമരതന് ധന് പായോ. എനിക്ക് തന്നിരിക്കുന്ന, ഗുരു തന്നിരിക്കുന്നതാണ് ഏതാണ്? രാമനാമം, താരകമന്ത്രം. സദ്കി നാമ കേവടിയ സദ്ഗുരു ഭവസാഗർ തർ ആയോ. ഭവസാഗരം കടന്നിട്ടാണ് പറയുന്നത്. മീര ഈ ലോകത്ത് നിൽക്കുന്നുവെങ്കിലും ഇവിടെ നമ്മുടെ കൂടെയൊക്കെ വർത്തിക്കുന്നു എന്നായിട്ട് തോന്നുന്നു അവർക്ക്. പക്ഷേ അങ്ങനെയല്ല. കാരണം മീരാബായി എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ കൂടെ തന്നെ. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ മീര എടുത്തു പറയുന്നു, ഗിരിധർ ഗോപാൽ ദൂസറ ന ഹോയിന ന അഗർ, എന്നിൽ നിന്നൊരിക്കലും വ്യത്യാസമല്ല. അങ്ങനെയുള്ള ആ മീരാബായിയുടെ രൂപം നമ്മൾ കാണുന്നത് കൃഷ്ണനാണ്. കൃഷ്ണൻ ഏതാണ്? ഇടത്തെ കൈയിലെ ചെറുവിരൽ, ഇടത്തെ കൈയിലെ ചെറുവിരലുകൊണ്ട് ഗോവർദ്ധനത്തെ ഉയർത്തി 7 ദിവസം നിന്ന ആ ഒരു രൂപം. അതങ്ങനെയുള്ള ഗിരിധരനായ ഗോപാലനായ കൃഷ്ണൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു ദുഃഖവുമില്ല. അപ്പോൾ ഈ ഗോവർദ്ധന ഗിരിധരി ആയിട്ടിരിക്കുന്ന ആ കൃഷ്ണൻ്റെ രൂപം പറയുമ്പോഴേ നമുക്കതിലൊരു ഭയങ്കരമായ തത്വം കാണുന്നു. കാരണം എന്താണ്? അന്ന് വരെയും വൃന്ദാവനത്തിൽ നടന്നിരുന്ന പൂജ ഇന്ദ്രപൂജയായിരുന്നു. ഇന്ദ്രന് പൂജ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മഴ ഒട്ടുന്നതും അങ്ങനെ സസ്യങ്ങൾ കിട്ടുന്നു. അങ്ങനെ അവരുടെ ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടുപോയത് ഇന്ദ്രനാണ് എന്നൊരു വിശ്വാസം അവരിൽ പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണൻ കൊച്ചു കുഞ്ഞായിട്ട് ഓടിച്ചാടി നടക്കുന്ന നന്ദബാബൻ്റെ മടിയിലിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കരമായ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം കേട്ട് ഇന്നെന്താ ഇത്ര വിശേഷം, ഇത് എൻ്റെ ജമ്മാൾ ഇന്നാണോ എന്ന് കേട്ട്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ നിൻ്റെ ജമ്മാളല്ല. കാരണം കണ്ണൻ എപ്പോഴും ജമ്മാളാണ്. ഈ ആഹാരം എന്തൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജമ്മാളോ എന്ന് കേൾക്കും. അപ്പോൾ നിൻ്റെ ജമ്മാളല്ല. പിന്നെ എന്താണ്? നമ്മുടെ ഇന്ദ്രപ്രീതിക്ക് വേണ്ടിയിട്ട് ഇന്ദ്രന് വേണ്ടി ഒരു യാഗം നടക്കുന്നു. അതെന്താണ് യാഗം? അപ്പോൾ ഒന്നും അറിഞ്ഞൂടാ. കൃഷ്ണാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാന്നാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്താ യാഗം എന്താണ്? അപ്പോൾ അതൊരു വലിയൊരു ഹോമമാണ്. എന്താണ് ഹോമം? അത് ഇന്ദ്രപ്രീതി ഉണ്ടെങ്കിലേ മഴ പെയ്യുള്ളൂ. ഓ അങ്ങനെയുണ്ടോ? അപ്പോൾ ഇന്ദ്രന് വേണ്ടിയിട്ടാണ് ഈ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ മുഴുവൻ ഇന്ദ്രന് നമ്മൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണനൊന്ന് പൊട്ടിച്ചിരിച്ചു. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഇത്രയും നാളായിട്ട് ഇങ്ങനൊരു വിഭവ സമർത്ഥം ഇവിടെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അത് ശരിക്കും നോക്കിയാൽ ഇന്ദ്രൻ നമുക്ക് എങ്ങനെ മഴ തരുന്നു? നമുക്ക് ആഹാരം തരുന്ന ആരാണ്? കൃഷ്ണൻ്റെ ചോദ്യം കേട്ടപ്പോൾ നന്ദബാബയ്ക്ക് ഒരു പ്രയാസം. കാരണം എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ മൗനം പാലിക്കും. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കൃഷ്ണ നീ എന്താ പറയണേ? അയ്യോ ഇന്ദ്രൻ നമുക്ക് ആഹാരമൊന്നും തരുന്നില്ല. പിന്നെ ആരാ തരുന്നത്? നമ്മൾ ആ മുമ്പോട്ട് ചെല്ലുക. ഞങ്ങൾ എല്ലാവരുമായിട്ട്, എൻ്റെ കൂട്ടുകാരും പശുക്കളുമായിട്ട് എവിടെയൊക്കെയാണ് പോകണേ? പോയിട്ട് നിങ്ങളെവിടെയാണ് പോണത്? ഗോവർദ്ധനത്തിലേക്ക്. അതാണ് നമ്മുടെ അന്നദാത, നമ്മുടെ പ്രാണദാതാവ്. നന്ദബാബയ്ക്ക് ആദ്യമായിട്ടൊരു
വേദതത്വം പറഞ്ഞു കൊടുക്കുക, മഹത്തത്വം പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ കോടിയച്ചൽ വിശ്വസ്മയി നമ എന്ന് പറഞ്ഞതിൻ്റെ പൂർണ്ണമായ ഒരു രൂപമാണ് ഇതിൽ തെളിഞ്ഞു കാണുന്നത്. കാരണം എന്താണ്? പ്രകൃതിയെ ആരാധിക്കാനായിട്ട് കൃഷ്ണൻ ഇറങ്ങിത്തിരിക്കുന്നതല്ല, ഈ സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ നേരെ ഗോവർദ്ധനത്തിലേക്ക് ചെല്ലുന്നു. അത് കൃഷ്ണൻ അപ്പം എങ്ങനെ? പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, അവിടുത്തെ വ്രജവാസികൾക്കും നന്ദഗോപർക്കുമുള്ള ഒരു പുണ്യം എന്നുള്ളത് കൃഷ്ണൻ എന്ത് പറയുന്നു അത് ആപ്തവാക്യം, വേദവാക്യം, അതിനപ്പുറം അവർക്ക് വേറൊന്നുമില്ല. കൃഷ്ണൻ പറഞ്ഞാൽ അത് നടക്കും, അത് നടത്തും അവർ. അങ്ങനെ എന്താണ്, എല്ലാവരും കൂടെ കാളവണ്ടിയിലും മറ്റു സാധനങ്ങളും എല്ലാം കൂടെ എടുത്ത് ഒരുപാട് ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ആഹാര സാധനങ്ങളും പൂജാദ്രവ്യങ്ങളൊക്കെ ഉണ്ട്, ഹോമത്തിൻ്റെതൊക്കെ ഉണ്ട്. എല്ലാം കൂടെ കൊണ്ട് നേരെ ഗോവർദ്ധനത്തിൻ്റെ മുമ്പ് ചെല്ലുകയും ഈ പൂജകൾ മുഴുവൻ ഗോവർദ്ധനത്തിന് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഇവരാദ്യമായിട്ടാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താണ്? ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, പ്രസന്നായ നമ നമ്മൾ പറയുന്നു ഇതിലൊക്കെ സന്തോഷത്തോട്. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുക, നന്ദബാബ ഇതുവരെ നിങ്ങളുടെ പൂജ ചെയ്തിട്ട് ഇന്ദ്രൻ പ്രസാദിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. ഇതാ ഗോവർദ്ധനം പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൊണ്ടുവന്നതൊക്കെ എനിക്ക് വിശക്കുന്നു, സ്വാഹ എനിക്ക് തരിക എന്നും ശബ്ദം കേൾക്കുന്നു. എങ്ങനെ ഞങ്ങൾ തരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായൊരു ശബ്ദത്തോടു കൂടി ഗോവർദ്ധനം മുമ്പിൽ പ്രകടമാകുകയും വാ തുറന്ന് കാണിച്ചു. അയ്യോ ഇവർ കൊണ്ടുവന്നത് മുഴുവൻ അതിൽ തട്ടിയിട്ടും ഒന്നും എത്തണില്ല. മുമ്പ് നമ്മളിത് എവിടെ ഒരിടത്ത് കേട്ടു, എവിടെയാണ്? ഗണപതിക്ക് കുബേരൻ കൊടുത്തത്. എത്ര കൊടുത്തിട്ട് മതിയാവുന്നില്ല. അപ്പോൾ ഇത് ഗണപതിയാണോ എന്നൊരു സംശയം ഗോവർദ്ധനം. കാരണം എന്താണ്? പർവ്വതമാണ്. അപ്പോൾ പർവ്വതം എന്ന് പറയുമ്പോഴതും ഗണേശ രൂപം തന്നെയാണ്. അപ്പോൾ അത് തന്നെ ഇവിടെ കൃഷ്ണനാണ് ഗോവർദ്ധനമായിട്ട് പ്രകടമായത് അവരുടെ മുന്നിൽ. അപ്പോൾ ഇവർ കൊടുത്തത് മുഴുവൻ നേദിച്ചത് മാത്രമല്ല, കൊണ്ടുവന്നത് മുഴുവൻ ഈ വാക്യത്തേക്ക് എല്ലാവരും അർപ്പിച്ച എങ്ങനെയാണ്? സ്വാഹ മന്ത്രം പറഞ്ഞ്, കൃഷ്ണ എന്നുള്ള മന്ത്രം പറഞ്ഞാണ് അവർ കൊടുക്കണേ, ഗോവർദ്ധനം എന്നുള്ള മന്ത്രം പറഞ്ഞാണ് കൊടുക്കണേ. അങ്ങനെ വളരെയധികം പൂർണ്ണമായ ഒരു എല്ലാവരും ഒത്തുചേർന്ന ഒരു പൂജ തുടങ്ങിയത് വൃന്ദാവനത്തിൽ ഗോവർദ്ധനത്തിൻ്റെ മുമ്പെയാണ്. എന്നിട്ട് എന്ത് ചെയ്ത് ആ പൂജ കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രന് ദേഷ്യം വന്നിട്ട് ഭയങ്കരമായ മഴ തുടങ്ങിയപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് രക്ഷപ്പെടും, എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? മഴ പെയ്യുന്നു, ഈ മഴയിൽ നമ്മുടെ വൃന്ദാവനം മുഴുവൻ മുങ്ങിപ്പോകും എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ഗോവർദ്ധനല്ലേ പറഞ്ഞത്, എന്തുണ്ടെങ്കിലും ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ട്, രക്ഷിക്കാൻ വരൂ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് ചെന്ന് പറഞ്ഞതും അദ്ദേഹം തൻ്റെ കൈകൾ വച്ചതേ ഉള്ളൂ. ഗോവർദ്ധനം എങ്ങനെയാണെന്ന് അറിയില്ല, ഉയർന്ന് പൊങ്ങിയിട്ട് അതിൽ ചെറുവിരലിൽ 7 ദിവസം ഗോവർദ്ധനത്തെ താങ്ങി നിന്നു എന്നാണ്. ഇതിൽ നമുക്ക് സംശയമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇതുപോലെ നമ്മൾ വേറൊന്നിൽ കണ്ടു. ഏതിലാണ്? രാമായണത്തിൽ ആഞ്ജനേയ മഹാപ്രഭു അവിടുന്ന് പർവ്വതത്തിനെ കുറിച്ച് പറഞ്ഞ് പർവ്വതത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഈ മരുന്നുകൾ അറിഞ്ഞുകൂടാ, വ്രതസഞ്ജീവനി ഏതാണ്, കഥകളി ഏതാണ് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് ചെയ്ത് മലയോടെ നോക്കി എടുത്തുകൊണ്ട് വന്നു എന്നാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇത് മലയോടെ പൊക്കി വെച്ചുകൊണ്ട് തൻ്റെ ചെറുവിരലിൽ നിന്ന് ഗോവർദ്ധനഗിരിയെ 7 ദിവസം ഒരുപോലെ നിൽക്കുകയും അതിനോടൊപ്പം ഇവർക്ക് വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല. കൂടെയുള്ളവർ എല്ലാവരും അതിനകത്ത് പശുക്കൾക്ക് അവിടെ വൃന്ദാവനം മുഴുവൻ ഗോവർദ്ധനത്തിന് അകത്തായി. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് എന്ത് ചെയ്ത് തൻ്റെ മുരളിയെടുത്ത് അദ്ദേഹം മുരളിഗാനവും ഇവിടെ തുടങ്ങി. ഇങ്ങനെയായപ്പോൾ അവർ സമയം പോയതും യാതൊന്നും പറഞ്ഞില്ല. അങ്ങനെ മഴ ശമിച്ചു. കാരണം എന്താണ്? ഇന്ദ്രൻ തൻ്റെ ശക്തി മുഴുവൻ നോക്കിയിട്ട് ഇവിടെ തോറ്റു മുമ്പ് വന്ന് നമസ്കരിച്ചിട്ട് ആദ്യമായിട്ട് ഗോക്കളുടെ ഇന്ദ്രനായിട്ട് രാജാവായിട്ട് ഗോവിന്ദാഭിഷേകം നടത്തുന്നു. ഇന്ദ്രൻ ആകാശഗംഗ കൊണ്ടും ഐരാവതം വന്നിട്ട് അതുപോലെ അദ്ദേഹം ഗംഗയും തീർത്ഥവും എല്ലാം കൊണ്ടുവന്ന് ഐരാവതം, അത് കഴിഞ്ഞ് കാമധേനു വന്ന് ക്ഷീരാഭിഷേകം, ഇങ്ങനെ ഗോവിന്ദാഭിഷേകം നടത്തി വളരെയധികം സന്തോഷമായിട്ട് എല്ലാവരുടെയും ചക്രവർത്തിയാക്കി കൃഷ്ണനെ ആരാധിച്ച ഒരു ഗോവർദ്ധന പൂജയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് യുഗങ്ങൾക്ക് ശേഷം, കൃഷ്ണൻ്റെ കാലഘട്ടം ദ്വാപരയുഗം, നമ്മുടെ കാലഘട്ടം വന്നപ്പോൾ കലിയുഗമായി, കലിയുഗത്തിൽ പകുതിയാകുന്നു. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഗോവർദ്ധന ഉദ്ധാരണം പോലെ ലോകത്തിന് മുഴുവൻ എല്ലാവരെയും ഒത്തുചേർത്ത് ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ചട്ടമ്പിസ്വാമി എഴുതി കൊടുത്ത വേദാധികാര നിരൂപണം എന്നുള്ളതിൻ്റെ പ്രേരണയാൽ അഭേദാനന്ദ സ്വാമികൾ ഇവിടെ ഒരു പുതിയ ഒരു ഗോവർദ്ധനോദ്ധാരണം പോലെയാണ് കോടിയർച്ചന നമുക്കായിട്ട് തന്നത്. നോക്കിക്കഴിഞ്ഞാലോ ഈ പറയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മൾ കാണും അല്ലേ, അനേക അത്ഭുത ദർശനമെന്നാണ് ഗീതയിൽ വിശ്വരൂപ ദർശനത്തെ കണ്ടത്. അനേക വക്രനയനം, അനേക
അത്ഭുത ദർശനം. ഈ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കോടിയർച്ചന നോക്കിയപ്പോൾ എന്താണ്, ആൾ നിറഞ്ഞിരിക്കുക. എവിടെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം മാത്രം. നമ്മൾ ശരിക്കും വിശ്വരൂപ ദർശനം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമാക്കി തന്നത് കോടിയർച്ചനയാണ്. സർവ്വതപ്പാണിപാദം അത് നോക്കുമ്പോൾ എല്ലാവരുടെ കാര്യങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം, എല്ലാവരുടെ കണ്ണുകൾ, എല്ലാവരുടെ എന്താണ് ഒരേ മന്ത്രം. ഈ പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ അഭേദാനന്ദ സ്വാമികളുടെ കർമ്മ പദ്ധതിയായ ഈ കോടിയർച്ചനയിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇതിൻ്റെ വലിയ പ്രേരണ എന്ന് പറഞ്ഞത് ഈ പറയുമ്പോൾ ചട്ടമ്പി സ്വാമിയുടെ പൂർണ്ണമായ സങ്കല്പവും നമ്മൾ ചെന്നാൽ മീനാ തമ്പുരാട്ടിയുടെ ആ ഗോവർദ്ധനഗിരി ആ ഒരു ഭാഗം എന്നാണ്. എന്നുവെച്ചാൽ ലോകത്തിനെ മുഴുവൻ ഈ പറയുമ്പോൾ ഇങ്ങനെ ഉയർത്തി ഈ പറയുന്നത് തന്നെ അറിയുന്നില്ല എത്രത്തോളം ഉന്നതത്തിലേക്ക് അഭേദാനന്ദ നാമത്തിലൂടെ കൊണ്ടുവന്നിരിക്കുക. അങ്ങനെയുള്ള ആ ഗിരിധാരിയുടെ ആ സങ്കല്പം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എത്ര ജനങ്ങളാണ് ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഈ പറയുമ്പോൾ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണോ ഗോവർദ്ധനത്തെ എല്ലാം അർപ്പിച്ചത് അതുപോലെ ഇവിടെ നമ്മൾ എല്ലാം അർപ്പിക്കുന്നു. ആ ഗോവർദ്ധന ഗിരിയുടെ പാദങ്ങളിലേക്ക് തന്നെ നമുക്കും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാണനാണിത്. കാരണം ഇതിൽ മന്ത്രം പറഞ്ഞു പ്രാണദാതാന്ന്, പ്രാണൻ തരുന്നത് തന്നെയാണ് വിഷ്ണു സഹസ്രനാമം. അപ്പോൾ അതിലേക്ക് വന്ന് ചേരുക. നമ്മുടെ പൂർവികർ, നമ്മുടെ അമ്മമാർ, നമ്മുടെ പൂർവിക പിതൃക്കൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അത് അറിയാമെന്നുള്ളവർക്ക് അറിയുക, കാണാൻ സാധിക്കുക. അതുകൊണ്ട് ആ ഗുരുവിൻ്റെ മുന്നിൽ പ്രത്യേകിച്ച് ഗോവർദ്ധനഗിരിയായ ആ കൃഷ്ണൻ്റെ പാദങ്ങളിലേക്ക് നമ്മൾ അർപ്പിക്കുക. മേരേ തോ ഗിരിധർ ഗോപാൽ ദൂസരാ ന കോയി. ഇവിടെ അർച്ചിക്കാൻ വരുന്ന എല്ലാവരും ഗിരിധര ഗോപാലനായി തന്നെ കാണണം.